ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് ഐ ടി എക്സാമിന് വരുന്ന HTML വെബ് ഡിസൈനാണ്. അപ്പോൾ 2025 മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഫൈനൽ എക്സാമിന് തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് HTML വളരെ സിമ്പിളായിട്ട് CSS ആയിക്കോട്ടെ HTML ആയിക്കോട്ടെ എങ്ങനെ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് കാണിച്ചില്ല. പൈത്തണിൽ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് വളരെ സിമ്പിളാണ്. പൈത്തൺ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ കോപ്പി അടിക്കുക, കോഡ് ചെറുതായിട്ട് മാറ്റുക. എന്നാൽ ഇവിടെ HTML അതിനെക്കാട്ട് സിമ്പിൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കോപ്പി അടിക്കും കൂടി വേണ്ട, നിങ്ങൾ വെറുതെ കോഡ് മാറ്റിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതിന് വേണ്ടിയുള്ള കോഡ് തന്നിട്ടുണ്ടാവും. ഓക്കെ, HTML കോഡ് തന്നിട്ടുണ്ടാവും. അത് മാറ്റിയിട്ട് ഇവർ തന്നെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അത് ചെയ്താൽ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാം തരും. പിന്നെ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇത്രയും വീഡിയോസ് ഓൾറെഡി വന്നിട്ടുണ്ട്. തിയറി ക്വസ്റ്റ്യൻ 130 എണ്ണം വന്നിട്ടുണ്ട്. തിയറിക്ക് അവിടെ ഉണ്ട്, അത് പോയി കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്സ്കേപ്പ് ആക്ടിവിറ്റീസ്, പൈത്തൺ ഗ്രാഫിക്സ്, സിൻഫിക്സ് സ്റ്റുഡിയോ ആനിമേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി ചെയ്യുക. ഓക്കെ, അത് പോയി കാണാൻ മറക്കരുത്. ഓക്കെ, അതുപോലെ ഇന്നും നാളെയായിട്ട് കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ മറക്കരുത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾക്ക് +1 അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അഡ്മിഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആണ്, എടുക്കാം. നിങ്ങൾക്ക് സയൻസ് ബാച്ച് ഉണ്ട്, കൊമേഴ്സ് ബാച്ച് ഉണ്ട്, നീറ്റ് ബാച്ച് ഉണ്ട്, JEE ബാച്ച് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ക്രാഷ് മാത്രം മതി. SLCൻ്റെ അതിൻ്റെ ശക്തി റാഷ് റിവിഷൻ ബ്രാച്ച് ഉണ്ട്. അപ്പോൾ അതിലും ജോയിൻ ചെയ്യാം. നിങ്ങൾ നീറ്റ് +1+2 താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് എക്സാമിനർ +1+2 റെസിഡൻഷ്യൽ ബാച്ചിനെ പറ്റി അന്വേഷിക്കാം. ഓക്കെ, കുറച്ച് സീറ്റ്സും കൂടി ബാക്കിയുള്ളപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ ആക്ടിവിറ്റി 7 ആ നമ്പർ കൊടുത്ത് ഓക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, വെബ് പേജ് ഞാനും ആദ്യത്തെ പ്രാവശ്യമാണ്, ഗ്യാരണ്ടി ഞാൻ ആദ്യത്തെ പ്രാവശ്യമാണ് ഈ വർഷം ക്വസ്റ്റ്യൻസ് കാണുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വെബ് പേജ് നെയിം ശുചിത്വ HTML ഇസ് ക്രിയേറ്റഡ് ബ്ലൂ എക്സാം ഡോക്യുമെൻറ്റ്സിലുണ്ട്. അപ്പം എൻ്റെ നിങ്ങളുടെ ഫോൾഡർ സെയിം ആവണമെന്നില്ല. ഞാൻ ഇവിടെ എക്സാം ഡോക്യുമെൻറ്റ്സിലുണ്ടിട്ട് ശുചിത്വ മിഷൻ. അപ്പം നിങ്ങളിത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ പൊതുവെ അത് ബ്രൗസറിലാണ് ഓപ്പൺ ആവുക, നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ ഫയർഫോക്സിൽ ഓപ്പൺ. ഇത് കണ്ടാൽ മക്കളെ ഇത് ക്വസ്റ്റ്യനിലെ സാധനമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമല്ല അല്ലേ? ഓക്കെ, അപ്പോൾ ബന്ധമില്ല. അപ്പോൾ ഇത് ഒരു വ്യത്യാസമാണ്. എനിക്കൊന്ന് ഇത് ഫയർഫോക്സാണ് ഓപ്പൺ ആയത്. ഞാൻ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് നിൽക്കുന്നു അതർ ആപ്ലിക്കേഷൻ ക്രോമിയം കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ തന്നെയാണ്, വൃത്തികേടാണ്, രസമൊന്നുമില്ല. ഓക്കെ, ഇതാണോ ആ പിക്ചറിലാണെന്നോ അല്ല, നമ്മൾ മാത്രം കണ്ടൻറ്റൊക്കെ എവിടെയാണ് നിങ്ങൾ ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ മതി. ഓക്കെ, ഇനി ഇവനെ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ക്ലിക്ക് നിൽക്കുക, ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ. ടെക്സ്റ്റ് എഡിറ്റർ കോഡ് മാറ്റണമെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റർ കേട്ടോ, ടെക്സ്റ്റ് എഡിറ്ററിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവൻ്റെ കോഡ് ഇട്ട്, ഇതാണ് അവൻ്റെ കോഡ്. ഓക്കെ, HTML കോഡിൻ്റെ ഹെഡ് കൊടുത്തിട്ടുണ്ട്, ടൈറ്റിൽ, സ്റ്റൈൽ മൊത്തം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ H1 വേണ്ട സ്റ്റൈൽ, ഹെഡിങ് 1 ഇവിടെ ഹെഡിങ് 1 അല്ലേ, ഹെഡിങ് 1ൻ്റെ സ്റ്റൈൽ ഇവിടെ കൊടുത്തു, ഹെഡിങ് 2ൻ്റെ സ്റ്റൈൽ വേറെ സ്ഥലത്ത് കൊടുത്തു, പാരഗ്രാഫിൻ്റെ സ്റ്റൈൽ ആൻഡ് ബോഡീൻ്റെ മൊത്തം ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ്. ഓക്കെ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി H1 എന്താണ്, H2 എന്താണ്, SP പാരഗ്രാഫൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഗിവ് വൈറ്റ് കളർ ടു ദ മെയിൻ ഹെഡിങ് ശുചിത്വ മിഷൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ. ഓക്കെ, ഹെഡിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. അപ്പോൾ ഫോട്ടോ കൊടുത്തിട്ട് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഹെഡിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ചെറുതായിട്ട് മാറ്റുന്നത്. അപ്പം ഞാൻ ഇവിടേക്ക് വരുന്നത് ഹെഡിങ് 1ൻ്റെ നോക്കിയേ കളർ. ഓക്കെ, കളറും ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പോൾ ഹെഡിങ് 1ൻ്റെ ഇവരെന്താണ് പറയുന്നത്? കളർ ഫോർ ഹെഡിങ് എന്താണ് ചെയ്യേണ്ടത്? വൈറ്റ്. അപ്പോൾ കളർ ഇവിടെ വൈറ്റ് ആക്കണം. ഓക്കെ, വൈറ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണ്? ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ. ഓക്കെ, ഗ്രീൻ കൊടുത്തു. ഓക്കെ, ഇത്രയും മാറ്റിയുടെ ഹെഡിങ് 1 H1 ആണ് ഹെഡിങ് 1. അത് മനസ്സിലായല്ലോ? ഓക്കെ, റെഡി. CSSൻ്റെ ഫുൾ ഫോം എന്താണ്? എല്ലാവരും കമൻറ്റ് ചെയ്യുക. CSSൻ്റെ ഫുൾ ഫോം എല്ലാവരും കമൻറ്റ് ചെയ്യുക. HTML ഫുൾ ഫോം എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ തിയറി വരുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കും. ഗിവ് യെല്ലോ കളർ ടു സബ് ഹെഡിങ്സ്. എന്താണ് മക്കളെ സബ് ഹെഡിങ്? മെയിൻ ഹെഡിങ് കഴിഞ്ഞിട്ട് അടുത്തടുത്ത് വരുന്ന ഹെഡിങ്ങാണ് സബ് ഹെഡിങ്. H1 മെയിൻ ഹെഡിങ് ആണെങ്കിൽ H2 അല്ലെ സബ് ഹെഡിങ്? വളരെ സിമ്പിൾ. H2 എന്താണ് കൊടുക്കേണ്ട കളർ? മഞ്ഞ കളർ, യെല്ലോ. H2 പാഡിങ് അല്ല, പാഡിങ് എന്ന് പറഞ്ഞാൽ മേലെ കുറച്ച് ഗ്യാപ്പ് ഇടുക, ലെഫ്റ്റ് കുറച്ച് ഗ്യാപ്പ് ഇടുക, ഫോണ്ട് സൈസ് അല്ല, ഫോണ്ട് വലുപ്പമല്ല, ബ്ലാക്ക് മാറ്റിയിട്ട് യെല്ലോ ആക്കാം, ടെല്ലോ അല്ല യെല്ലോ. ഓക്കെ, യെല്ലോ. ഇനി അത് കിട്ടി. വൈറ്റ് കളർ ടു ദ പാരഗ്രാഫ്. വൈറ്റ് കളർ ടു പാരഗ്രാഫ് പറയുമ്പം പാരഗ്രാഫിൽ ഫോണ്ട് കളർ കേട്ടോ വൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടില്ല, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, മൊത്തം പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ എവിടെയാണ് കിട്ടുക? മൊത്തം പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എവിടെയാണ് കിട്ടുക? എവിടെയാണ് കമൻറ്റ് ചെയ്തോ? ബോഡി. ഓക്കെ, ഇനി അത് കഴിഞ്ഞു. ഇനി എവിടെയും ബോഡീൻ്റെ കാര്യം പറഞ്ഞില്ല അല്ലേ? ഓക്കെ, അതെന്താ പറയാത്തത്? ഗിവ് ഗ്രേ ടു ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പം മൊത്തം പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെയാണ് വരിക. ഓക്കെ, ഇത്രയുള്ള സംഭവം, വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ആ സ്റ്റൈൽ മാറ്റിയേ കഴിഞ്ഞു. ഓക്കെ, ഇനി സേവ് കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്യാൻ കൊടുത്തു, ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അവിടെ തന്നെ പോയിട്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു, ഓപ്പൺ വിത്ത് ഫയർഫോക്സ് കൊടുത്തോ. കഴിഞ്ഞു മക്കളെ, സെറ്റ്. നമ്മളോട് എവിടെയെങ്കിലും ഫോണ്ടും എല്ലാം മാറ്റാൻ പറഞ്ഞിട്ടോ നോക്കിയിട്ട്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്ത് വൈറ്റ് കളർ ഹെഡിങ് കൊടുത്തു, മെയിൻ ഹെഡിങ് ശുചിത്വ മിഷൻ, ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കൊടുത്തു, യെല്ലോ സബ് ഹെഡിങ് കൊടുത്തു, കളർ യെല്ലോ, ഗ്രേ കളർ, വൈറ്റ് കളർ പാരഗ്രാഫ്. വേറെ ഒന്നുമില്ല. ഇത്രയുള്ള സംഭവം. ഇത് കാണിച്ചു കൊടുക്കുക, ഫയൽ സേവ് ആസ് കൊടുക്കുക, കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. മക്കൾ നിങ്ങൾ ശരിക്കും സേവ് അല്ലായിരുന്നു ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ ആ കോഡ് ഞെക്കിയിട്ട്
നിങ്ങൾ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ടെക്സ്റ്റ് എഡിറ്ററിൽ നിങ്ങൾ സേവ് ആയിരുന്നില്ല കൊടുക്കുന്നത്, സേവ് ആസ് കൊടുക്കണം. സേവ് ചെയ്താൽ നിങ്ങളുടെ ടീച്ചർ ചിലപ്പോൾ മാർക്ക് തരില്ല. സേവ് ആസ് കൊടുക്കണം. കാരണം സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഫയലിൻ്റെ മേലെ തന്നെ നിങ്ങൾ സേവ് ചെയ്യും. സേവ് ആസ് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് നിങ്ങളുടെ റോൾ നമ്പറായിട്ട് സേവ് ചെയ്യുന്നു. സേവ് ആസ് ആണ് എപ്പോഴും ചെയ്യേണ്ടത് കേട്ടോ, ആ കാര്യം മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇത്രയുള്ള നിങ്ങൾ ചെയ്യാനുള്ളത്. ആക്ടിവിറ്റി 8ലേക്ക് വരാം. ഓക്കെ, ലൈക്ക് ചെയ്യാൻ മറക്കരുത് മക്കളെ, ആൻഡ് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്കൂൾ സ്പോർട്സ് .html ഓപ്പൺ ചെയ്യുക. സ്കൂൾ സ്പോർട്സ് .html ആദ്യം നിങ്ങൾ വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണും. ഇങ്ങനെയാണ്, ഒരു രസമല്ല, വൃത്തിയിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ആപ്ലിക്കേഷൻ ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ദ ഫയൽ ചെയ്തു. ഗിവ് കളർ ബ്ലൂ. ബ്ലൂ എന്താണ് കൊടുക്കേണ്ടത്? ഇവിടെ ശ്രദ്ധിച്ചോ, ഹെഡിങ്ങിനാണല്ലോ ബ്ലൂ കൊടുക്കുന്നത്. ഫോട്ടോയും കൂടെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഹെഡിങ്ങിന്, അപ്പോൾ H1 ബ്ലൂ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ വെറുതെ ബ്ലൂ കൊടുക്കല്ല. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രേ. ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രേ. നമുക്ക് ടെക്സ്റ്റ് ഹെഡിങ്ങിനാണെന്ന് മനസ്സിലായി, ഗ്രേ. ഫോണ്ട് ഫാമിലി നോട്ടോ സെറിഫ്. ഇതാ ലിബർഷൻ സെറിഫ് അല്ല, നോട്ടോ സെറിഫ്. ഓക്കെ, നോട്ടോ സെറിഫ്. ഇത് മെയിൻ ഹെഡിങ് ഓഫ് ദ വെബ് പേജ്. ഇത് ഇവന് കൊടുത്തു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ഹാഷ്ഡ്. ഇതെന്താണ്? ഇത് ഹെക്സ് കോഡ് കേട്ടോ, ഹെക്സ് കോഡ് എന്ന് പറയും. ഓക്കെ, ഹെക്സാഡെസിമൽ കോഡാണ്. ഓക്കെ, ഇവിടെ ഇത് എന്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ്? ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ നമ്മൾ കൊടുത്തു. അപ്പോൾ പേജിൻ്റെ ബോഡീൻ്റെ ആയിരിക്കും. ബോഡീൻ്റെ കളർ ഇവിടെ #D4BDAC. ഓക്കെ, ഇത്രയുള്ളൂ കൊടുക്കാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ Ctrl+Shift+S ഞെക്കി സേവ് ആസ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൽ എവിടെയാണെന്ന് വെച്ചാൽ 2025 റോൾ നമ്പർ _ നമ്പർ. ഓക്കെ, കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? അത് പോയി ഓപ്പൺ ചെയ്യണം. ഇവൻ ഓപ്പൺ ചെയ്ത് കാര്യമില്ല. ഞാൻ ഡോക്യുമെൻറ്റ്സിൽ പോയി ഞാൻ ഇപ്പം ഉണ്ടാക്കിയ ഫയലോടെ പോയി ഇവൻ ഓപ്പൺ ചെയ്യുന്നു. ഇത് കണ്ടാൽ ഇതുപോലെ ഉണ്ടെങ്കിൽ സെറ്റായി. യെസ്, സെറ്റ്. ഇത്രയുള്ളൂ. ഇത്ര പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കണ്ട ഏകദേശം സെയിം ആണ്. ഇത്രയുള്ളൂ സംഭവം. കഴിഞ്ഞു. വേറെ ഒന്നും മാറ്റം പറഞ്ഞില്ല. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, കഴിഞ്ഞു. ഓക്കെ, ഇതന്നെയല്ലേ H1 ഫോണ്ട് ഫാമിലി നോട്ടോ സെറിഫ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം മക്കളെ. HTML ഇസ് ദി മോസ്റ്റ് സിംപ്ലസ്റ്റ് ഈസിയസ്റ്റ് തിങ് ഇൻ ദ ഹോൾ വേൾഡ്. അടുത്തത് സൈബർ സേഫ്റ്റി എടുക്കുക. അപ്പോൾ നിങ്ങൾ നേരത്തെ സ്ഥലത്ത് പോട്ടെ, നമ്മുടെ സൈബർ സേഫ്റ്റിയോടെ പോയി സൈബർ സേഫ്റ്റി എടുക്കുന്നു. കണ്ടാലൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ വ്യത്യാസം ചെയ്യാനുണ്ടാവും. സൈബർ സേഫ്റ്റി സിമ്പിൾ. എന്താണ് ചെയ്യേണ്ടത്? ഓപ്പൺ ഇൻ ടെക്സ്റ്റ് എഡിറ്റർ, റൈറ്റ് ക്ലിക്ക്, ഓപ്പൺ ടെക്സ്റ്റ് എഡിറ്റർ, സെലക്ട്. ഓക്കെ, ഓപ്പൺ, ഗിവ് കളർ യെല്ലോ ബാക്ക്ഗ്രൗണ്ട്. തന്നെ മെയിൻ ഹെഡിങ് ഓഫ് ദ വെബ് പേജിന് യെല്ലോ കളറും ബാക്ക്ഗ്രൗണ്ട് ബ്ലൂവും കൊടുക്കുക. H1 ബോഡി, H2 പാരഗ്രാഫ്, H1 കളറ് യെല്ലോ കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കൊടുക്കുക. ലിബർഷൻ സെറിഫ് മാറ്റിയിട്ട് നോട്ടോ സെറിഫ് കൊടുക്കുക. സെറിഫ് അവിടെ ഇരുന്നോട്ടെ. സെറ്റ്. ബ്ലൂ കളറിൽ സബ് ഹെഡിങ് എന്ന് പറയുമ്പോൾ ഇവനാണ്. ഇവൻ്റെ ഇവിടെ കളറിൽ ബ്ലൂ കൊടുക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് അല്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. Ctrl+Shift+S അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കുക. ഡോക്യുമെൻറ്റ്സിൽ 2025 _ റോൾ നമ്പർ _ നമ്പർ. ഓക്കെ, എനിക്ക് റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വർഷമാണ്. ഓക്കെ, 25 ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഉണ്ടോ നോക്കിയാൽ മതി. ഇവിടെ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് വന്നില്ല അല്ലേ, മഞ്ഞൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയില്ല. അപ്പോൾ അതൊന്ന് എടുത്ത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ, സെലക്ട് H1 ബാക്ക്ഗ്രൗണ്ട്. ബ്ലൂ എന്നായിപ്പോയി. ബ്ലൂ എന്നാക്കണം. വേണ്ട, ഈ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കാൻ നോക്കുക. ബ്ലൂ. ഓക്കെ, ഇനി സേവ് കൊടുത്താൽ ആ 2023 ഫയൽ 3 ആ _3 തന്നെ എടുത്തേക്കോളൂ കേട്ടോ. സെറ്റ്. ബ്യൂട്ടിഫുൾ. കഴിഞ്ഞു. ഓക്കെ, ആക്ടിവിറ്റി 9 കഴിഞ്ഞു. ഓക്കെ, ആക്ടിവിറ്റി 10 ചെയ്യാം. ആക്ടിവിറ്റി 10ഉം 11ഉം കൂടെ ഉള്ളൂ. ഓക്കെ, HTML. അടുത്ത ഏത് സോഫ്റ്റ്വെയർ എന്ന് കമൻറ്റ് ചെയ്യുക. QGIS ഉണ്ട്, സൺക്ലോക്ക് ഉണ്ട്, ബാക്കി മെയിൽ മെർജ്, ഇൻഡെക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഡേറ്റാബേസും. ഓക്കെ, ആക്ടിവിറ്റി 10 നോക്കി ഇക്കോ ടൂറിസം ഓപ്പൺ ചെയ്ത മക്കളെ. ഇക്കോ ടൂറിസം ഓപ്പൺ ചെയ്തു. കണ്ടാലൊന്നും ഉണ്ടാവില്ല, നമ്മളെ കൊണ്ട് മൊത്തം പണി എടുപ്പിക്കും. കുറച്ച് എന്തൊക്കെ ഉണ്ട്. അപ്പോൾ ഫോണ്ടൊക്കെ മാറ്റാനുണ്ട്. ഓക്കെ, ഇക്കോ ടൂറിസം നമുക്ക് എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യാം. സ്റ്റെപ്പ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗിവ് ഗ്രീൻ കളർ ആൻഡ് ഫോണ്ട് ഫാമിലി സാൻസ് സെറിഫ് ടു ദ മെയിൻ ഹെഡിങ്. ഗ്രീൻ കളർ മെയിൻ ഹെഡിങ് എന്ന് പറയുമ്പോൾ H1 ഗ്രീൻ കളർ ഗ്രീന്. ഓക്കെ, ആൻഡ് ഫോണ്ട് ഫാമിലി സാൻസ് സെറിഫ്. ഓക്കെ, സാൻസ് _ സെറിഫ് കൊടുക്കണം. ഓക്കെ, അവരങ്ങനെ കൊടുത്ത് നമ്മളങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, ഗിവ് ടീൽ കളർ ടു ദ സബ് ഹെഡിങ് H2 ആണ്, TEAL. ഗിവ് പിങ്ക് കളർ ടു വെബ് പേജ് ബാക്ക്ഗ്രൗണ്ട്. വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇവനെ പിങ്ക് കളർ കൊടുക്കുന്നു. ഓക്കെ, Ctrl+Shift+S ഡോക്യുമെൻറ്റ്സിൽ 2025 _ 4. ഓക്കെ, ഇനി അവനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഡോക്യുമെൻറ്റ്സിൽ 2024 ഇത് കഴിഞ്ഞു ഇത്ര സംഭവം ഇത് തന്നെയല്ലേ ചെയ്യേണ്ടത്. വേറെ എന്തെങ്കിലും വ്യത്യാസം പറഞ്ഞു ഞാൻ ഇത് ചെയ്തു ഇത്രയുള്ള സംഭവം കഴിഞ്ഞിടോ. ഓരോ മിനിറ്റ് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുള്ളൂ ബെയർലി. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ച് ചെയ്യാനുള്ളൂ. ഓക്കെ, സംഭവമുള്ളൂ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ബോഡി ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ്. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, ലാസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ഓപ്പൺ ചെയ്യേണ്ടത്? index.html ഇൻഡെക്സ് INDEX. അയ്യോ, ഇൻഡെക്സ് ഇല്ല എൻ്റെ കയ്യിൽ. ഇൻഡെക്സ് അല്ലേ? ഓക്കെ, എൻ്റെ കയ്യിൽ കാണുന്നില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവ്. AI CSS ആയിരുന്നു, സോറി, അതുകൊണ്ടാണ് സെയിം ഫയൽ. ഓക്കെ, ഇൻഡെക്സിൻ്റെ AI ഫോൾഡർ എൻ്റെ എക്സാം ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, ഇത് AI എന്ന് പറഞ്ഞാൽ CSS ഉണ്ട്. ഓക്കെ, അതിന് ഇൻഡെക്സ് ആ സെയിം ഫോൾഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യണം, നമ്മൾ കോഡ് ചെയ്യണം, ലിങ്ക് ചെയ്യണം. ഓക്കെ, അതായിരിക്കും ചിലവർക്ക് ബുദ്ധിമുട്ട്. അതുള്ളൂ ചെയ്യാം, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യാം. ഇൻക്ലൂഡ് ദി എക്സ്റ്റേണൽ CSS. ഇത് ഇൻലൈൻ CSS എന്ന് പറയുമ്പോൾ ലൈൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന CSS. എക്സ്റ്റേണലാണ് ഇത് AI എന്ന് പറഞ്ഞാൽ വേറെ കൊടുക്കുന്നത്. ഓക്കെ, CSS വേറെ കൊടുത്തല്ലോ. നമുക്ക് ഇവനെ ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇതിനൊരു സ്റ്റൈൽ ഉണ്ടാകും, നോ സ്റ്റൈൽസ്. ഓക്കെ, സ്റ്റൈൽ മൊത്തം CSSനുള്ളിലുണ്ട്, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റിൽ. ഓക്കെ, ഇതിനെ നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യുന്നു. ഇനി ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഈ സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ, ദ ഫയൽ നെയിം AI CSS ഇസ് ഇൻ ദ AI ഫോൾഡർ ഷുഡ് ബി ലിങ്ക്ഡ്. ഓക്കെ, കോപ്പി ദി AI ഫയൽസ്. നമ്മൾ ബേസിക്കലി ഇവനെ സേവ് ആസ് കൊടുക്കുമ്പോൾ വേറെ ഫോൾഡറിലേക്ക് കൊണ്ടുപോയി എക്സാം ടൈമിൽ ഇടുക. അവിടെ ഈ AI.CSS ഇടണം, അല്ലെങ്കിൽ വർക്ക് ആവില്ല കേട്ടോ. അതിന് വേണ്ടിയുള്ള ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടേക്ക് വരിക, ഓപ്പൺ ചെയ്ത് ഇതൊക്കെ ചെയ്തതാ ഹെഡ് പാർട്ടിൽ മക്കളെ, ഹെഡിൻ്റെ ഉള്ളിൽ. ഓക്കെ, ടൈറ്റിൽ ഇതാ ഹെഡ് ഉണ്ട്, ഇതാണ് ഹെഡ് കേട്ടോ. ഹെഡിൻ്റെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അടുത്ത ലൈന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ടാഗ് ഓപ്പൺ ചെയ്യുക, ലിങ്ക്. ഓക്കെ, ലിങ്ക് ചെയ്യണം. എന്താണ്? REL. ഓക്കെ, എന്താണ്? സ്റ്റൈൽ ഷീറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റൈൽ ഷീറ്റിനെയാണ് നിങ്ങൾ ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ടൈപ്പ് എന്ത് ടൈപ്പാണ്? ടൈപ്പ് ഈസ് ഈക്വൽ. ഇത് മാത്രം ഒന്ന് കഷ്ടപ്പെട്ട് ബൈ ഹാർട്ട് ചെയ്തേക്ക് കേട്ടോ, വേറെ അങ്ങനെ ഇതൊന്നുമില്ല. text/CSS. ഓക്കെ, ഇനി എന്താണ് href ഫയൽ നെയിം. ഓക്കെ, ഈസ് ഈക്വൽ ടു AI.CSS. അത് നിങ്ങളിടുന്ന ആ ഫയൽ നെയിം. ഓക്കെ, AI.CSS ആണല്ലോ. ഓക്കെ, ബാക്കി എല്ലാം സെയിം ആണ്, എല്ലാം ക്വസ്റ്റ്യനിൽ വരും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇവനെ സേവ് ആസ് കൊടുക്കുന്നു. ഡോക്യുമെൻറ്റ്സ് 20. ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കാം കേട്ടോ. ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. ഇവിടെ AI HTML 2025_5 എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഞാൻ ഇൻഡെക്സ് 2025_5 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം. ഞാനിപ്പം ഈ 2025 എന്ന് _ ഒക്കെ ചെയ്തു. അപ്പോൾ ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട് ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കി, അതിനുള്ളിൽ പോയി ഓപ്പൺ ചെയ്താൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. കണ്ടോ? കാരണം എന്താ? CSS ലിങ്ക് ആയില്ല. ലിങ്ക് ചെയ്യാൻ കൊടുത്തു, പക്ഷേ കൊടുത്തില്ല. എന്താ ആവാത്തത്? ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ തന്നെ എക്സ്റ്റേണൽ CSS ഉണ്ടാവണം. ഓക്കെ, അപ്പം നോക്കിയേ, ഈ index.html AI.CSS എന്ന് പറയുന്ന സാധനം ആ ഫോൾഡർ കൊണ്ട് പേസ്റ്റ് ചെയ്താലേ, Ctrl+C Ctrl+paste ചെയ്താലേ ഇതിന് വർക്ക് ആവുള്ളൂ. ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയേ, വർക്ക് ആവേണ്ടതാണ്. യെസ്, വർക്കായി. ആ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് ഇപ്പം എക്സ്റ്റേണലി നമ്മൾ ലിങ്ക് ചെയ്തു. ഓക്കെ, അതിനുള്ള ലൈനാണ് നിങ്ങൾ ഒന്ന് വേണേൽ ചാറ്റിൽ ടൈപ്പ് ചെയ്ത് കേട്ടോ. ലിങ്ക് എന്താ? ടാഗ് ഓപ്പൺ ചെയ്യുക, ലിങ്ക് റിലേറ്റഡ് അല്ലെങ്കിൽ ലിങ്ക് REL ഈസ് ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്. ടൈപ്പ് എന്താണ്? text/CSS. ക്ലോസ് ചെയ്യുക, href. ഓക്കെ, എവിടേക്കാണ് റെഫർ ചെയ്യുന്നത്? AI.CSS, ആ ഫയൽ നെയിം. ഓക്കെ, ലിങ്ക് ക്ലോസ് ചെയ്യുക. ഇത് ഹെഡിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതോടെ കഴിഞ്ഞു. ഓക്കെ, സംഭവം കഴിഞ്ഞു. ഇതോടെ നിങ്ങളുടെ HTML സംഭവം മൊത്തം കഴിഞ്ഞു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഈ വീഡിയോയും കൂടി വന്നു. അപ്പം വീഡിയോസ് മൊത്തം ചെക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാം കണ്ടിട്ട് പോകണം എക്സാമിന് മുമ്പ്. ഇനി ഏത് വീഡിയോ ആണെന്ന് കമൻറ്റ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഇന്നും നാളെ ഫുൾ വീഡിയോസ് വരുന്നതായിരിക്കും. പിന്നെ ബാച്ചിൽ ജോയിൻ ചെയ്ത് താഴത്തെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.